പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ടൈറ്റിൽ സ്പോൺസർ ആയിട്ടുള്ള ടെക്കോറ മാർട്ടിൻ്റെ മറ്റെല്ലാ ടീം മെമ്പേഴ്സും എന്നതുപോലെ തന്നെ കോ സ്പോൺസേഴ്സായ സതേൺ, എറൈസ്, ഡയബറ്റിസ് ആൻഡ് ഫുഡ് കെയർ, സിൽവർ സ്റ്റോം ആൻഡ് പരദീസ തുടങ്ങിയ എല്ലാ കോ സ്പോൺസേഴ്സിനോടും അസോസിയേറ്റ് സ്പോൺസേഴ്സിനോടും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഔപചാരികമായ ഉദ്ഘാടന പരിപാടികളിൽ തന്നെയായിരിക്കും ഇന്ന് രാവിലെ നടന്ന പെയിൻറ്റിംഗ് കോമ്പറ്റീഷനിലെ വിന്നേഴ്സിനുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നിർവഹിക്കുന്നത്. സമ്മാനങ്ങൾ 3 കാറ്റഗറിയിലായിട്ടാണ് നമ്മൾ നൽകുക. സബ് ജൂനിയർ കാറ്റഗറി, അതോടൊപ്പം തന്നെ ജൂനിയർ കാറ്റഗറി, സീനിയർ കാറ്റഗറി. ഇന്ന് 3 വിഭാഗങ്ങളിലായിട്ടാണ് കോമ്പറ്റീഷൻ നമ്മൾ ആരംഭിച്ചത്. ഇതിലെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉടനെ ഉണ്ടാവും. ഒഫീഷ്യലായ ചടങ്ങുകൾക്ക് ശേഷമാണ് മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് താരസമ്പന്നമായ ഒരു അവാർഡ് നിശ സാംസ്കാരിക നഗരി കാണാൻ പോകുന്നത്. 2026 സംബന്ധിച്ചിടത്തോളം എമർജിംഗ് തൃശ്ശൂർ പുതിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരിടമായാണ് നമ്മൾ കാണുന്നത്. ഒരു വലിയ ക്യാൻവാസിൽ ബിസിനസ്സിൻ്റെ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും പരസ്പരം കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു സെലിബ്രേഷനാക്കി മാറ്റാനുള്ള 5 ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന വ്യാപാരികളുടെയും ബിസിനസ് രംഗത്തൊരു പുതിയ ഉണർവ് നൽകാനുള്ള സംരംഭകരുടെയും ഏറ്റവും വലിയൊരു മഹോത്സവമായാണ് എമർജിംഗ് തൃശ്ശൂരിൻ്റെ 2nd എഡിഷൻ നമ്മൾ നോക്കിക്കാണുന്നത്. ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മത്തിൻ്റെ ഭാഗമാകാൻ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ അതിഥികൾക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം നേരുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് എമർജിംഗ് തൃശ്ശൂർ 2026 പ്രിയങ്കരനായ ഞങ്ങളുടെ ചെയർമാൻ ശ്രീ അഭയൻ പി അവറുകളാണ്. തുടങ്ങിയ എല്ലാ മഹനീയമായ വ്യക്തിത്വങ്ങളും ഉദ്ഘാടന വേളയുടെ ഭാഗമാകുന്നതിന് വേണ്ടി വേദിയിൽ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ്. സ്വാഗതം നേർന്നുകൊണ്ട് സംസാരിക്കുന്ന ശ്രീ ജോൺസൺ KC, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എമർജിംഗ് തൃശ്ശൂർ 2026. അതോടൊപ്പം ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ചെയർമാൻ, ഇന്നത്തെ ചീഫ് ഗസ്റ്റായി ഇവിടെ എത്തിയിരിക്കുന്നത് സ്വന്തം ജീവിതവും ജീവനും തന്നെയാണ് ഏറ്റവും വലിയ സന്ദേശമെന്ന് നമ്മളെ പഠിപ്പിച്ച ഫൗണ്ടർ ഓഫ് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ബഹുമാനായിട്ടുള്ള ഫാദർ ഡേവിസ് ചിറമൽ അവർകൾ. അദ്ദേഹം ഇവിടെ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ്. മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന മിസ്റ്റർ T. ജയകൃഷ്ണൻ, ഡിസ്ട്രിക്ട് ഗവർണർ, ലയൺസ് ഡിസ്ട്രിക്ട് 318D, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നു. ഇന്ന് ബിസിനസ് ഐക്കൺ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ ഫൈസൽ ചീരൻ, ദ ഫൗണ്ടർ ഓഫ് ഐഫ, തുടങ്ങിയ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്പോൺസേഴ്സിൽ ഒരാളായ പുതിയ കാലഘട്ടത്തിൻ്റെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഒരു സക്സസ്ഫുള്ളായ ഒരു ട്രാവലിംഗ് ഓരോ കുടുംബത്തിനും ഓരോ വ്യക്തിക്കും സമ്മാനിക്കുക എന്ന വിജയ ലക്ഷ്യം തുടർന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ പ്രേംലാൽ, എറൈസ് ഡയബറ്റിക് ആൻഡ് ഫുഡ് കെയർ, അദ്ദേഹവും ഈ വേദിയുടെ ഭാഗമാകാനായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്ന മിസ്റ്റർ A. അബ്ദുൽ ലത്തീഫ്, ദ പ്രസിഡന്റ് ഓഫ് ക്രെഡായ്, മിസ്റ്റർ സ്റ്റീവ് ജോർജ്, പ്രസിഡന്റ് ഓഫ് YLT. ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ പോകുന്ന മിസ്റ്റർ സുധീഷ് K, PR കമ്മിറ്റി കൺവീനർ, എമർജിംഗ് തൃശ്ശൂർ 2026. എല്ലാവർക്കും ഒരു ശുഭസായനം നേരുന്നു. അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഉദ്ഘാടന പരിപാടികളിലേക്ക് നീങ്ങാനുള്ള സമയമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി തന്നെ ടെക്കോറ മാർട്ട് പ്രസൻസ് എമർജിംഗ് തൃശ്ശൂർ 2026 2ാം ദിവസത്തെ ഔദ്യോഗികമായ പരിപാടികൾക്ക് തുടക്കമിടുകയാണ്. നിറഞ്ഞ കയ്യടികളുമായി നമുക്ക് പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാനായ ഒരു ഇടം വീണ്ടും നമ്മളെ തേടിയെത്തിയിരിക്കുകയാണ്. ചെറിയൊരു ഇടവേള എടുത്തുകൊണ്ട് ലോകമെമ്പാടുമുള്ള ബിസിനസ് രംഗത്തെ കൂടുതൽ ഉത്തരവാദിത്തത്തിലേക്ക് കൊണ്ടുവരിക, അവരുടെ സ്വപ്നങ്ങൾ ഒരു ഡ്രീം കം ട്രൂ മൊമെൻറ്റിലേക്ക് എത്തിക്കുക, അതിനാവശ്യമായിട്ടുള്ള ഒരു സർവീസ് മാനേജ്മെൻറ്റിൻ്റെ സ്ട്രക്ചർ ചെയ്യുക. ഇത്തരം കാര്യങ്ങളിലൂടെയാണ് എമർജിംഗ് തൃശ്ശൂർ വീണ്ടും നമ്മുടെ മുൻപിലേക്കായി പ്രതീക്ഷകളോടുകൂടി 2026 എത്തിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ചെയർമാൻ ശ്രീ അഭയൻ പി, നല്ലൊരു കൈയടികളോട് കൂടി തന്നെ ഞങ്ങളുടെ അധ്യക്ഷനെ വേദിയിലേക്ക് സാദരം സഹർഷം ക്ഷണിക്കുകയാണ്. ഈ ചടങ്ങിൻ്റെ മുഖ്യ അതിഥിയായി എമർജിംഗ് തൃശ്ശൂരിൻ്റെ ആദ്യ എഡിഷൻ മുതലേ തന്നെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകി ഒരു അനുഗ്രഹമായി മാറുന്ന സദസ്സിൻ്റെ ഭാവുകങ്ങൾ നേരാൻ എത്തിച്ചേർന്ന ഫൗണ്ടർ ഓഫ് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഫാദർ ഡേവിസ് ചിറമൽ, നല്ലൊരു കൈയടികളോട് കൂടി തന്നെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ ഒരു സദസ്സിനെ ഒന്നടങ്കം ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ കെൽപ്പുള്ള കഴിവുള്ള നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ അച്ഛനെ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. ഇന്ന് ഈ ചടങ്ങിൻ്റെ മറ്റൊരു മുഖ്യ ആകർഷണമായിട്ട് ഇവിടെ വന്നിരിക്കുന്നതും മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നവരുമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയങ്കരനായ ശ്രീ T. ജയകൃഷ്ണൻ, ഡിസ്ട്രിക്ട് ഗവർണർ, ലയൺസ് ഡിസ്ട്രിക്ട് 318D. നല്ലൊരു കൈയടികളുമായി ഞാൻ ഹൃദയപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. സ്വപ്രയത്നം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ലയൺസ് ഇൻ്റർനാഷണലിനെ ഏറ്റവും വലിയ ഉയരങ്ങളിലേക്ക് എത്തിച്ച ഒരു വലിയ പ്രതിഭയാണ് അദ്ദേഹം. നല്ലൊരു കൈയടികളുമായി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞാൻ വേദിയിൽ പ്രതീക്ഷിക്കുന്നു. ഇന്ന് പുരസ്കാര ജേതാവായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഐഫയുടെ പ്രിയങ്കരനായ ചെയർമാൻ മിസ്റ്റർ ഫൈസൽ ചീരൻ. നല്ലൊരു കൈയടികളോട് കൂടി തന്നെ ഈ വേദിയിലേക്ക് ഞാൻ അഭിമാനപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. 40-ലധികം
ഔട്ട്ലെറ്റുകളുമായി, വിജയ സംരംഭങ്ങളുമായി, ഒരു സോഷ്യൽ മീഡിയ ഐക്കണായി, സെൽഫ് ബ്രാൻഡിങ്ങിലൂടെ ബിസിനസിന്റെ പുതിയ സമവാക്യമായി അദ്ദേഹം മാറിയിരിക്കുന്നു. അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് സാർഷം സാദരം ക്ഷണിക്കുകയാണ്. നല്ലൊരു കയ്യടികളുമായി അദ്ദേഹമാണ് ഈ വർഷത്തെ എമർജിംഗ് തൃശൂർ 2026 ബിസ്കൽ ഐക്കൺ പുരസ്കാര ജേതാവ്. കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ സ്പോൺസേഴ്സിൽ ഒരാൾ കൂടിയായ അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു വലിയ യെസ്സിലൂടെയാണ് ഈ വേദിയുടെ സ്വപ്ന സാക്ഷാത്കാരം നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ലെറ്റ് മീ ഇൻവൈറ്റ് ഡോക്ടർ പ്രേം ലാൽ, അറൈസ് ഡയബറ്റിക് ആൻഡ് ഫുഡ് കെയർ. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ജോയിൻ ചെയ്യുന്ന പ്രതീക്ഷിക്കുകയാണ്. ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്ന ഈ വേദിയിലേക്ക് മറ്റ് വിശിഷ്ട അതിഥികൾ എത്തിച്ചേരുകയാണ്. ക്രെഡായുടെ പ്രിയങ്കരനായി പ്രസിഡന്റ് മിസ്റ്റർ എ അബ്ദുൽ ലത്തീഫ് സാറിനെ ഞാൻ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. നല്ലൊരു കയ്യടികളുമായി അഭിമാനപൂർവ്വം അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സാർഷം സാദരം ക്ഷണിക്കുകയാണ്. പ്രസിഡന്റ് ഓഫ് ക്രെഡായി, കഴിഞ്ഞ വർഷവും കഴിഞ്ഞ എഡിഷനിലും എമർജിംഗ് തൃശ്ശൂരുമായി സഹകരിച്ച മറ്റൊരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. സ്വാഗതം ചെയ്യാം പ്രസിഡന്റ് YLT മിസ്റ്റർ സ്റ്റീവ് ജോർജ്. ഈ വേദിയിലേക്ക് ഞാൻ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുകയാണ്. സ്വാഗതം നേർന്നുകൊണ്ട് സംസാരിക്കുന്നത് പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ, ആത്മവിശ്വാസം കൊണ്ട് നമ്മളെല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ജോൺസേട്ടനെ നല്ലൊരു കയ്യടികളുമായി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ ജോൺസൺ KC, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ, വേദിയുടെ ഭാഗമാകുന്നു. ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് പ്രിയങ്കരനായ ഞങ്ങളുടെ PR കമ്മിറ്റി കൺവീനർ, എമർജിംഗ് തൃശൂർ 2026. ഐ വുഡ് ലൈക്ക് ടു വെൽക്കം മിസ്റ്റർ സുധീഷ് K. നല്ലൊരു കയ്യടികളുമായി ഹൃദയപൂർവ്വം നമ്മൾ ശ്രീ സുധീഷ് Kയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാ വിശിഷ്ടാതിഥികളും ഈ ചടങ്ങിൻ്റെ ഭാഗമാകുന്നതിനായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് നിങ്ങളുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി തന്നെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന സദസ്സ് ആരംഭിക്കാനുള്ള സമയമാണ്. ദയവായി എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു മൗന പ്രാർത്ഥനയോടുകൂടി നമുക്ക് പരിപാടികൾ ആരംഭിക്കാം. രണ്ടാം ദിവസത്തെ എമർജിംഗ് തൃശ്ശൂർ 2026 ഔദ്യോഗികമായൊരു സദസ്സിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. വലിയ പുതിയ പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് എമർജിംഗ് തൃശ്ശൂർ വീണ്ടും സാംസ്കാരിക നഗരിയിൽ എത്തിയിരിക്കുന്നത്. നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അധികം ഒരു ഇടവേള എടുക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ചെറിയ ഇൻ്റർവെല്ലിന് ശേഷം ഏറ്റവും ഗംഭീരമായൊരു ട്വിസ്റ്റുകൾ നിറഞ്ഞ, സസ്പെൻസുകൾ നിറഞ്ഞ ഒരു ക്ലൈമാക്സിലേക്ക് എത്തി നിൽക്കുന്നത് പോലെയാണ് എമർജിംഗ് തൃശ്ശൂരിൻ്റെ വീണ്ടുമുള്ള വരവ്. പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറത്തേക്ക് ഒരു വലിയ വിജയം നേടിയെടുത്ത ആത്മവിശ്വാസം തന്നെയാണ് പെട്ടെന്നുള്ള ഈ വരവിൻ്റെ ഏറ്റവും വലിയ ബേസ് എന്ന് പറയാം, അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയാം. പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിന് സ്വാഗതം നേർന്നുകൊണ്ട് സംസാരിക്കുന്നത് ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് ക്രോഡീകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ് ഐക്യകണ്ഠേനയുള്ള തീരുമാനങ്ങൾ നിലനിന്ന് ഇത്തരമൊരു സംരംഭം വിജയകരമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതിന് ഞങ്ങൾക്ക് ഏറ്റവും മികച്ച കഴിവും മികവും നൽകുന്ന ഒരു ടീമിനെ തന്നെയാണ് അതിൻ്റെ അമരത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പ്രിയങ്കരനായ ശ്രീ ജോൺസൺ KC, അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ഈ ചടങ്ങിന് സ്വാഗതം നേർന്നുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനിതരായ വ്യക്തിത്വങ്ങളെ, സദസ്സിലായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹിതരെ, ഞാൻ മുഖവരകളില്ലാതെ ചടങ്ങിൻ്റെ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇന്ന് എമർജിംഗ് തൃശ്ശൂർ 2026 ഇവിടെ രണ്ടാം ദിവസത്തേക്ക് കടന്നിരിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വളരെ മനോഹരമായ ഒരു ദിവസമായിരുന്നു എമർജിംഗ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം. കാലാവസ്ഥയുടെ ചെറിയ പ്രതികൂലമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വളരെ മനോഹരമായ ഭൈരവി ബാൻഡിൻ്റെ ഭജൻ്റെ ഒരു നല്ല മനോഹരമായ പ്രോഗ്രാം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ നമ്മുടെ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികളുടെ ഒരു നല്ല പെൻസിൽ ഡ്രോയിങ് കോമ്പറ്റീഷൻ, അതേപോലെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കടന്നു വന്ന് പങ്കെടുത്ത ഒരു നല്ല ചെസ് കോമ്പറ്റീഷനൊക്കെ ഈ വേദിയിൽ നടക്കുകയുണ്ടായി. എമർജിംഗ് തൃശ്ശൂർ 2025 കടന്നു വന്ന നിങ്ങളെല്ലാവരെയും ഈ സന്ധ്യയിൽ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ മീറ്റിങ്ങിൻ്റെ ഈ പൊതുസമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് എമർജിംഗ് തൃശ്ശൂരിൻ്റെ പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ അഭയൻ P. പ്രിയപ്പെട്ട അഭയൻ കണ്ണൂർ സ്വദേശിയാണ്. അദ്ദേഹം കണ്ണൂരിൽ നിന്നും തൃശ്ശൂരിൽ വന്ന് ഒരു ബിസിനസ്
പാർക്ക് നടത്തി ഒരു ബിസിനസ് സാമ്രാജ്യം ഇവിടുത്തെ സംരംഭകർക്ക്